ശ്രീ എം നൌഷാദ്, ഇവിടെ ഒരു വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾ, അത് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും സ്വീകരിക്കുന്ന നിലപാടുകളിൽ വൈരുദ്ധ്യം വരുന്നു എന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തേണ്ടി വരുന്നത്. ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ അവിടെ ഈ സമരത്തിൽ BJP ഇതര സർക്കാരുകളെ കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നുണ്ട്, അതിന്റെ വശങ്ങൾ നേരിടുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ കേരളമുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ VD സതീശൻ പറയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സമരം ചെയ്യാൻ പോയിരിക്കുന്നത്, കഴിവുകേട് മറയ്ക്കാൻ എല്ലാം കേന്ദ്രത്തിന്റെ നെറുകയിൽ വെക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് ന്യൂസ് 18 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ VD സതീശൻ പറയുകയാണ്. ഈ സാഹചര്യത്തിൽ അവർ ചൂണ്ടിക്കാട്ടുന്ന ചില കണക്കിലെ വൈരുദ്ധ്യങ്ങൾ, ഇന്ന് മുഖ്യമന്ത്രി അവിടെ ഡൽഹിയിൽ പോയി പറയുന്ന കണക്കല്ല സഭയിൽ പറയുന്നതല്ല പുറത്ത് പറയുന്നത്. അങ്ങനെ അവതരിപ്പിക്കുന്ന കണക്കുകളുടെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ 7 വർഷത്തെ ഭരണം വരുത്തിയ സാമ്പത്തിക ദുർവ്യയം അത് ഇതിന്റെ പ്രധാന കാരണമാണ്. അങ്ങനെയൊക്കെയുള്ള വിഷയമുള്ളപ്പോൾ രാഷ്ട്രീയമായ വിയോജിപ്പുണ്ട്. നൽകിയ കത്തിൽ കാര്യകാരണങ്ങൾ വിശദീകരിച്ചു, പക്ഷേ അതിന്റെ യോജിക്കുന്നില്ല എന്ന ഭാഗം മാത്രം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ് അവർ പറയുന്നത്. രേണുക, കേരളത്തിന്റെ സമരം ഇന്ന് കേരളത്തിന്റെ സമരമായിട്ടല്ല, അതൊരു ദേശീയ സമരമായിരുന്നു. ആ ദേശീയ സമരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല, മറ്റ് രണ്ട് മുഖ്യമന്ത്രിമാർ നേരിട്ട് ആ സമരത്തിന് മറ്റൊരു മുഖ്യമന്ത്രി തന്റെ അഭിഭാഷകൻ ലൈവായി വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നു. ഒരു മുൻ മുഖ്യമന്ത്രിയും അവിടെ എത്തിച്ചേരുന്നു. മുതിർന്ന കപിൽ സിബാലിനെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ അവിടെ എത്തുന്നു. അവിടെ ഇതിന്റെ ഇടയ്ക്ക് ശ്രീകുമാർ ഒരു വർത്തമാനം പറയുന്നത് കേട്ടു, ഞങ്ങള് സമരം ചെയ്തത് കോൺഗ്രസിനെതിരായിട്ടാണ് എന്ന്. അവിടെ പ്രസംഗിച്ച ഒരാളും കോൺഗ്രസ് എന്ന പദമേ ഉപയോഗിച്ചില്ല. എന്ത് കണ്ടിട്ടാണ്? ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഇവിടെ വിമാനം കയറി അവിടെ പോയി കോൺഗ്രസിനെ തെരുവണം പറഞ്ഞിട്ടില്ല. അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിനെ കുറിച്ച്, ഫറൂഖ് അബ്ദുള്ള സംസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിനെ കുറിച്ച്, കെജ്രിവാൾ ഈ കേന്ദ്ര ഗവൺമെന്റ് അവർ സാമ്പത്തികമായും ഗവർണറെ ഉപയോഗിച്ചും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടത്തുന്ന ഇടപെടലുകളെ കുറിച്ച് ഒക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോ നമ്മുടെ പഞ്ചാബ് മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞത് അവിടെ കർഷകർക്ക് ലഭിക്കാനുള്ളത് പോലും കൊടുക്കുന്നില്ല. രാജ്യത്തിനാകെ ഉള്ളത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരാണ് ഞങ്ങൾ, പക്ഷെ ഞങ്ങൾക്ക് തരാനുള്ളത് തരുന്നില്ല. അവിടെ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ നടത്തിയ ഇടപെടലുകൾ രാജ്യം മുഴുവൻ കണ്ടു, ലോകം മുഴുവൻ കണ്ടു. പക്ഷെ ഈ സമരത്തിലും ഈ കോൺഗ്രസിനെ ഇപ്പോഴെന്നുള്ളതല്ല, വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്നുള്ളൊരു സ്ഥിതിയാണ്. ശ്രീ ഖാർഗെ എന്തിനാണ് കേരളത്തെക്കുറിച്ച് പറഞ്ഞത്? കേരളമാണല്ലോ ആദ്യം സമരം പ്രഖ്യാപിച്ചത്. നടത്തിയത് കർണാടക, പക്ഷെ പ്രഖ്യാപിച്ചത് കേരളം. തമിഴ്നാടും വരുന്നു. ഇപ്പൊ കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ ഇവരെല്ലാം കേന്ദ്രത്തിന്റെ നിലപാടുകൾക്കെതിരായി, ഫെഡറൽ സംവിധാനത്തിനെതിരായി വർത്തമാനം പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു, അത് രാഷ്ട്രീയമാണ് എന്നുള്ളത്. അതിന്റെ ഇടയിൽ പറയുന്നത് കേട്ടു കർണാടകയിൽ അവരാണ് BJP ആണ് MP മാരെന്ന്. അതെ, ആ സ്ഥിതി തന്നെയാണ് കേരളത്തിന് UDF MP മാരാണ്. അതാണ് കേരളത്തിന്റെ പ്രശ്നം അതാണ്. ഇവിടെ രാഷ്ട്രീയമായി എന്തു ആയിക്കോട്ടെ ശ്രീകുമാറെ, നിങ്ങൾ തന്നെ പറഞ്ഞു 1-ാം പ്രതിയും 2-ാം പ്രതിയും എന്ന്. ഞാൻ അതും അംഗീകരിക്കുന്നു, നിങ്ങളുടെ വാദം അംഗീകരിക്കുന്നു. വാദത്തിന് വേണ്ടി മാത്രം. അപ്പൊ അതില് കേരളം എന്നുള്ളൊരു നാടിനോടൊരു സ്നേഹം വേണ്ടേ? നിങ്ങൾ രണ്ടും അങ്ങനാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുക. ഈ കേന്ദ്രത്തിന്റെ നിലപാട് തെറ്റാണ്. നിങ്ങൾ 2-ാം പ്രതി എന്ന് പറയുന്നല്ലോ, സമ്മതിച്ചു. നിങ്ങൾ അവിടെയും 2-ാം പ്രതിയാക്കിയിട്ടാണ്. 2-ാം പ്രതിയെ കേന്ദ്രത്തെ ആക്കുന്നുള്ളൂ. അവിടെയാണ് കേന്ദ്രത്തോടുള്ള സോഫ്റ്റ് കോർണർ. ഈ രാജ്യത്ത് കേന്ദ്രം എടുക്കുന്ന നിലപാടുകൾ അന്വേഷണ ഏജൻസികളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി ഏതെങ്കിലും BJP ഭരിക്കുന്ന ഗവൺമെന്റുകൾക്കെതിരായി നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ നേതാവിനെ തന്നെ ഞാൻ പറഞ്ഞ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രി ചിദംബരത്തെ ജയിലിലടച്ചു. ശരിയോ തെറ്റോ?
അതിൽ കേന്ദ്ര ഗവൺമെന്റ് നിലപാട് ശരിയായിരുന്നു എന്ന അഭിപ്രായമാണോ ശ്രീകുമാറിനുള്ളത്? അവിടെ അധികാരത്തിൽ വന്ന നാള് മുതൽ പ്രതിപക്ഷം, ഞങ്ങൾ പറയുന്നത് പ്രതിപക്ഷം അവിടെ പറഞ്ഞത് BJP ഒഴികെയുള്ള എല്ലാ സ്റ്റേറ്റുകളോടും എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത്. അതിൽ കോൺഗ്രസ് ഇല്ലേ? അവിടെ കർണാടകത്തോടുള്ള സമീപനത്തോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട് കേന്ദ്രത്തിന്റെ നിലപാടിനോട്. പക്ഷെ നിങ്ങൾക്ക് ഈ പൊട്ടക്കിണറ്റിലെ തവളയാകരുത് ശ്രീകുമാറെ. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. ഇന്ന് അതിന്റെ അവസ്ഥ ഇങ്ങനാണെങ്കിലും അതിന്റെ പാരമ്പര്യവും മറ്റൊന്നും ഞങ്ങൾ മറക്കുന്നില്ല. പക്ഷേ അത് നിങ്ങളെപ്പോലുള്ളവർ അതിനെ പൊട്ടക്കിണറ്റിലെ തവളയാക്കി മാറ്റുന്നു. അതാണ് ഇന്ന് കേരളത്തിന്റെ ശാപം. ഇത്രയും വലിയ പ്രതിഷേധമുണ്ടായിട്ടും ദേശവ്യാപകമായി പിന്തുണ ലഭിച്ചിട്ടും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് മാത്രം ഇതൊന്നും ബോധ്യപ്പെടുന്നില്ല. അവിടെ മുരളീധരനുമായിട്ട് രഹസ്യ ചർച്ച നടത്തി. മുരളീധരൻ പറയുന്നത് എന്താ? ഇത് രാഷ്ട്രീയ നാടകമെന്ന്. ഇവിടെ രണ്ടുപേരുടെയും പ്രസ്താവനകൾ ഒരുപോലെയാണ്. ഈ നാട്ടിലെ കേരളത്തിലെ സാമ്പത്തികമായ സ്ഥിതി, നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നതും ലഭിക്കാനുള്ളതുമായിട്ടുള്ളത്, പിന്നെ കണക്കുകളിൽ വ്യത്യാസം. കണക്കുകൾ ദിവസവും മാറിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് നിർമ്മലാ സീതാരാമൻ പറഞ്ഞെന്താ? തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൈസ ചോദിക്കുന്നത്. ഒന്ന്. രണ്ട്, കേരളത്തിൽ വയനാട്ടിൽ വന്നു നിന്നിട്ട് നിർമ്മലാ സീതാരാമൻ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. നിങ്ങൾക്കതൊന്നും ബാധകമല്ലല്ലോ. എന്തായിരുന്നു അത്? കടമെടുത്ത് പെൻഷൻ കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. പ്രതികരിച്ചോ? ആർക്കാണിത്? ഇപ്പൊ പെൻഷൻ കൊടുക്കുന്നതായാലും DA കൊടുക്കുന്നതായാലും ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ സമരത്തിൽ നിന്നും നിങ്ങൾ മാറി നിന്നത്, നിങ്ങൾ പ്രളയത്തിൽ ഒന്നാം ഘട്ടത്തിൽ സഹകരിച്ചിട്ട് മാറി നിന്നതുപോലെ, കോവിഡ് കാലഘട്ടത്തിൽ ഒന്നാം ഘട്ടത്തിൽ സഹകരിച്ചിട്ട് മാറി നിന്നതുപോലെ ഇത് ഈ സമരത്തിൽ നിന്നും മാറി നിന്നത് കേരളത്തിലെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചരിത്രപരമായ നീക്കം സമരം എന്ന നിലയിലാണ് ഇന്നത്തെ ഡൽഹി സമരത്തെ കാണുന്നത്. അങ്ങനെ